എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഒരു ഉപമയിലൂടെ ക്രിസ്തു നൽകുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടങ്ങളുടെ പേര് പറഞ്ഞ് ഈ ഉപമ തുടങ്ങിയത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള ദൂരം ഏകദേശം 25 കിലോമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ജെറുസലേം ദൈവം വസിക്കുന്ന ഇടമാണ്, ദൈവത്തിൻ്റെ ഇടമാണ്. ജെറീക്കോ യേശു പരീക്ഷിക്കപ്പെട്ട ഇടമാണ്, പിശാചിൻ്റെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഇടമാണ്, പരീക്ഷണത്തിൻ്റെ വലയമുള്ള ഇടമാണ്. അങ്ങനെ ഒരുവൻ ജെറുസലേമിൽ നിന്ന് ദൈവാശ്രയ ബോധമുള്ള ഇടത്തിൽ നിന്ന്, ദൈവം വസിക്കുന്ന ഇടത്ത് നിന്ന് പിശാചിൻ്റെ പരീക്ഷണമുള്ള ഇടത്തേക്ക് യാത്ര ചെയ്യുന്ന സംഭവത്തെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർമ്മിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു സാധ്യതയാണ്. ഏതൊരു മനുഷ്യരും തൻ്റെ ജീവിതത്തിനിടയിൽ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ നിന്നകന്ന് പിശാചിൻ്റെ പരീക്ഷിക്കപ്പെട്ട ഇടത്തേക്ക് നടന്നു പോകാനുള്ള സാധ്യത, എവിടെയോ വെച്ച് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരനുഭവം, ഇത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സാധ്യമാകുന്ന ഇടമാണ്. നമ്മളും ചിലപ്പോഴൊക്കെ ആ ദൈവത്തെ മറന്നു പോകുന്നില്ലേ? ആ സംരക്ഷണ വലയത്തിൽ നിന്ന് ഓടിയകന്ന് പരീക്ഷിക്കപ്പെടുന്ന ഇടത്തേക്ക് നടന്നു പോകുന്നില്ലേ? ഇങ്ങനൊരു സാധ്യത എല്ലാ മനുഷ്യരിലുമുണ്ട്. അങ്ങനെ ഒരിടത്ത് വെച്ച് ഏതോ വഴിത്താരിൽ വെച്ച് അവൻ ആക്രമിക്കപ്പെടുന്നു. ഈ ആക്രമണത്തിനൊടുവിൽ ഒരു നല്ല സമരിയാക്കാരൻ വന്ന് അവനെ സഹായിക്കുകയാണ്. എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർമ്മിക്കണം. ജെറുസലേം മുതൽ ജെറീക്കോ വരെയുള്ള ദൂരം, അത് നമ്മൾ ജീവിതത്തിൽ നടന്നു പോകുന്നൊരു യാത്രയാണ്. ഏതൊക്കെയോ മനുഷ്യർ ദൈവത്തിൽ നിന്നകന്ന് ഏതോ വഴിത്താരിൽ അപകടം പിടിപെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യരെ ആ വഴിത്താരിൽ നിന്ന് രക്ഷിക്കാൻ കടന്നു വന്ന നല്ല സമരിയാക്കാരൻ തീർച്ചയായിട്ടും ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ഓരോ മനുഷ്യനു വേണ്ടിയും ഈ ഭൂമിയിൽ രക്തം ചിന്തി വീണ്ടെടുത്തതിൻ്റെ ഓർമ്മയാണ് കുരിശുമരണം. അങ്ങനെ ക്രിസ്തു ഓരോ മനുഷ്യരെയും വീണ്ടെടുത്ത് സത്രസൂക്ഷിപ്പുകാരൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ സത്രസൂക്ഷിപ്പുകാരൻ? അത് നമ്മൾ ഓരോരുത്തരുമാണ്. അപകടം പിടിപെട്ട ഇടത്തു നിന്ന് ഓരോ മനുഷ്യരും തെന്നിമാറിപ്പോകുമ്പോഴും ക്രിസ്തു അങ്ങനെ വഴിമാറിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ അവനെ എണ്ണയും വീഞ്ഞും ഒഴിച്ച് സുരക്ഷിതമായ ഇടത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് സത്രസൂക്ഷിപ്പുകാരൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പറയും, ഇവനെ നോക്കിക്കൊള്ളണം. നമ്മൾ ഓരോരുത്തരും സത്രസൂക്ഷിപ്പുകാരാകുമ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന ചില മനുഷ്യരെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ദൈവം നമ്മുടെ കരങ്ങളിൽ ചില മനുഷ്യരെ ഏൽപ്പിച്ചിട്ടില്ലേ? നമ്മുടെ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, പ്രിയപ്പെട്ടവരായിരിക്കാം. ഏതൊക്കെയോ വഴിത്താരിൽ വെച്ച് ദൈവവിശ്വാസം അകന്നുപോയ ചില മനുഷ്യർ, ഏതോ ഇടത്ത് വെച്ച് ഉള്ളിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഏതോ ഇടത്ത് വെച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ചില മനുഷ്യർ. ഇങ്ങനെ ചില മനുഷ്യർ ദൈവം നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. എന്നിട്ട് പറയും, ഇവരെ നോക്കിക്കൊള്ളണം, ഞാൻ തിരിച്ചു വന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിക്കൊള്ളാം. അങ്ങനെ ഒരു രണ്ടാം വരവിൻ്റെ പ്രതീകമാണ് ഈ ഉപമ ഓർമ്മിപ്പിക്കുന്നത്. തിരിച്ച് തമ്പുരാൻ വരും. തിരിച്ച് തമ്പുരാൻ വന്ന് ഞാൻ ഏൽപ്പിച്ച മനുഷ്യർക്ക് എന്തു പറ്റിയെന്നൊരു ചോദ്യം ചോദിക്കും. അന്ന് അവർക്ക് എന്തു പറ്റിയെന്ന് ഉത്തരം നൽകാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ചില മനുഷ്യരെ എന്തുമാത്രം കരുതലോടെ അവിടെ മുറിവുകൾ വച്ച് കെട്ടുന്നുണ്ട്, അവരെ പരിചരിക്കുന്നുണ്ട് എന്നൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകണം. ചില കൂടെയുള്ള മനുഷ്യരൊക്കെ മുറിവേറ്റ മനുഷ്യരാണ്, വേദനിക്കുന്ന മനുഷ്യരാണ്. ഒരുപക്ഷെ അത്ര നന്മയൊന്നും അവരിൽ നിന്നതുകൊണ്ട് തന്നെ ലഭിച്ചെന്നും വരില്ല. ചിലപ്പോൾ ഹൃദയത്തിലേറ്റ മുറിവ് കൊണ്ടോ ശരീരത്തിലേറ്റ മുറിവ് കൊണ്ടോ അവരും നമ്മളെ വേദനിപ്പിച്ചെന്നൊക്കെ വരാം. എങ്കിലും സ്നേഹം കൊണ്ട് മാത്രം പരിചരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ മനുഷ്യരെയൊക്കെ ഏറെ കരുതലോടെ സംരക്ഷിച്ച് പൊന്നു തമ്പുരാൻ തിരിച്ചു വന്ന് അവർക്ക് എന്തായെന്ന് ചോദിക്കുമ്പോൾ, നീ ഏൽപ്പിച്ച മനുഷ്യരെ ഞാൻ നിനക്ക് തിരിച്ചു തരുന്നുവെന്ന് പറയാനുള്ളൊരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയമുള്ളവരെ, ഇതാണ് സുവിശേഷത്തിൻ്റെ സാരാംശം. ചില മനുഷ്യർക്ക് വേണ്ടി പൊന്നു തമ്പുരാൻ പറയും, ഞാൻ തിരിച്ചു വന്ന് ബാക്കിയുള്ള എല്ലാം വീട്ടിക്കൊള്ളാം. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ജോലി ഇതാണ്: അവരെ പൊന്നുപോലെ സൂക്ഷിക്കുക. നല്ല അയൽക്കാരനാണെന്ന് ആരാണെന്ന് വ്യക്തതയല്ലേ? ഈ സത്രസൂക്ഷിപ്പുകാരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീഥിയിൽ ചേതനയറ്റ ശരീരവുമായി കണ്ടു തൻ കുലശത്രുവിനെ.
ശത്രുവിനെ. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. നിലവിളി കേട്ടവനണഞ്ഞപ്പോൾ നിറമിഴിയോടെ കനിവേകി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. കരുണയോടെ അവൻ മുറിവുകൾ കഴുകി തുടച്ചു വിനയനായി. പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ശ്രേഷ്ഠരും. മുൻപേ പോയൊരു ഗുരുവരൻ ലേവ്യനും ഉന്നത ശ്രേഷ്ഠരും. കണ്ടു പക്ഷെ കാണാതെ മാറിയകന്നു. പരിപാലിക്കാതെ പോയി മറഞ്ഞു. പക്ഷെ കാണാതെ മാറിയകന്നു. പരിപാലിക്കാതെ പോയി മറഞ്ഞു. പണ്ടൊരു നാളൊരു സമരിയൻ ജെറുസലേമിൻ വീതിയിൽ മുറിവേറ്റ തൻ കുലശത്രുവിനെ തോഴനെ പോലവൻ പാലിച്ചു. സമരിയനെ പോലെ ജീവിക്കാം ദൈവസ്നേഹം